അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. വായ്പാ തിരിച്ചടവിൽ താൽക്കാലിക തടസ്സങ്ങൾ നേരിട്ട 10,000-കണക്കിന് ആളുകൾക്കും സ്ഥാപനങ്ങൾക്കും താങ്ങായി UAE സെൻട്രൽ ബാങ്ക് കൈക്കൊണ്ട നിർണായക തീരുമാനം ബാങ്കിംഗ് മേഖലയിലും സാധാരണക്കാരുടെ മനസ്സിലും വലിയൊരു പ്രതീക്ഷയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. മാസാവസാനം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് EMI തുക ഈടാക്കാൻ കഴിയാതെ വരികയും പെനാൽറ്റി ചാർജുകളും ലീഗൽ നോട്ടീസുകളും തേടിയെത്തുകയും ചെയ്യുന്ന അവസ്ഥ ഏതൊരു പ്രവാസിയുടെയും സ്വപ്നങ്ങളെയാണ് തല്ലിക്കെടുത്തുന്നത്. എന്നാൽ ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ സെൻട്രൽ ബാങ്കിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലിന് സാധിച്ചു. മേഖലയിലെ സാമ്പത്തിക വെല്ലുവിളികളും വിപണിയിലെ അനിശ്ചിതത്വങ്ങളും നേരിടുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAE സെൻട്രൽ ബാങ്ക് പ്രത്യേക പിന്തുണാ പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 1350 കോടി ദിർഹം മൂല്യമുള്ള വായ്പാ തിരിച്ചടവുകൾക്കാണ് ബാങ്കുകൾ താൽക്കാലിക ഇളവുകൾ അനുവദിക്കുന്നത്. വരുമാനത്തിൽ താൽക്കാലികമായി തിരിച്ചടി നേരിട്ട 1.35 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ഈ തീരുമാനം ജീവവായുവായി മാറിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലയളവിൽ ബാങ്കുകളിൽ നിന്നുള്ള നിരന്തരമായ സമ്മർദ്ദമില്ലാതെ തങ്ങളുടെ വരുമാനം പുനഃക്രമീകരിക്കാൻ ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള വായ്പക്കാർക്ക് വലിയൊരു അവസരമൊരുക്കുന്നുണ്ട്. ഇത്തരമൊരു പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ പലപ്പോഴും ആളുകൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ബാങ്ക് വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളിയെന്നോ അല്ലെങ്കിൽ ബാക്കി തുക ഇനി അടയ്ക്കേണ്ടതില്ലെന്നോ കരുതുന്നത് വലിയ അബദ്ധമാണ്. ഈ പദ്ധതി വായ്പ മാപ്പാക്കലല്ല, മറിച്ച് നിശ്ചിത സമയത്ത് അടച്ചു തീർക്കേണ്ട തുക പിന്നീട് അടയ്ക്കാൻ അനുവദിക്കുന്ന താൽക്കാലിക തിരിച്ചടവ് സാവകാശം അഥവാ ഗ്രേസ് പീരീഡ് മാത്രമാണ്. നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വായ്പക്കാരന് ലഭിക്കുന്ന ഒരു സാവകാശമാണിത്. അതിനാൽ തന്നെ മാറ്റിവെച്ച തവണകൾ എങ്ങനെ തിരിച്ചടക്കണം എന്നതിനെക്കുറിച്ചും കാലാവധി എത്രത്തോളം നീട്ടി നൽകും എന്നതിനെക്കുറിച്ചും കൃത്യമായ നിബന്ധനകൾ ഓരോ ബാങ്കിന്റെയും വായ്പാ കരാർ അനുസരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് സ്വന്തം വായ്പയുടെ തിരിച്ചടവ് പദ്ധതി പുനഃക്രമീകരിക്കുകയാണ് ഓരോ ഉപഭോക്താവും ചെയ്യേണ്ടത്. സാമ്പത്തിക അച്ചടക്കം കൈവിടാതെ ലഭിച്ച സാവകാശം ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ പ്രധാനം. സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പദ്ധതിയുടെ വ്യാപ്തിയും അത് ബാധിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതൽ വ്യക്തമാകും. ആകെ 1,35,031 ഗുണഭോക്താക്കളാണ് ഈ പിന്തുണ പ്രയോജനപ്പെടുത്തിയത്. ഇതിൽ സിംഹഭാഗവും വ്യക്തിഗത വായ്പക്കാരാണ്. അതായത് 1,27,753 സാധാരണ വ്യക്തികൾ തങ്ങളുടെ പേഴ്സണൽ ലോണുകളുടെയും മറ്റ് തിരിച്ചടവുകളുടെയും സാവകാശം നേടി. കൂടാതെ 6,198 ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളും അതുപോലെ 1,080 വൻകിട സ്ഥാപനങ്ങളും ഈ പദ്ധതിക്ക് കീഴിൽ സാമ്പത്തിക സുരക്ഷിതത്വം കണ്ടെത്തി. തുകയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മാറ്റിവെച്ച വായ്പകളിൽ വലിയ വിഹിതം കൈകാര്യം ചെയ്യുന്നത് വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ്. വൻകിട കമ്പനികൾക്ക് 910 കോടി ദിർഹമിന്റെ സാവകാശം ലഭിച്ചപ്പോൾ വാണിജ്യ മേഖലയുടെ നട്ടെല്ലായ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കായി 240 കോടി ദിർഹമിന്റെ ഇളവുകൾ ലഭ്യമാക്കി. വ്യക്തിഗത വായ്പകളിൽ 200 കോടി ദിർഹമിന്റെ തിരിച്ചടവാണ് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നത്. മലയാളി സംരംഭകരും ജീവനക്കാരും അടങ്ങുന്ന വലിയൊരു സമൂഹത്തിന് വിപണിയിലെ മന്ദഗതിയെ അതിജീവിക്കാൻ ഈ നടപടി നൽകിയ ഊർജ്ജം ചെറുതൊന്നുമല്ല. വായ്പക്കാർക്ക് ഇത്തരം വൻതോതിലുള്ള താൽക്കാലിക ഇളവുകൾ നൽകുമ്പോൾ ബാങ്കിംഗ് മേഖല സാമ്പത്തിക പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യം ഉയർന്നേക്കാം. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. UAE ബാങ്കിംഗ് മേഖല സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വളർച്ചയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്കുകളുടെ ആകെ ആസ്തിയിൽ 12.5% വർധനമുണ്ടായപ്പോൾ വായ്പാ വിതരണത്തിൽ 18.1% വൻ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. അതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായ കാര്യം തിരിച്ചടവിൽ വീഴ്ച വന്ന വായ്പകളുടെ അനുപാതം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 2.8% താഴുകയും ചെയ്തു എന്നതാണ്. അതായത് പ്രയാസത്തിലാകുന്ന വായ്പക്കാർക്ക് കൃത്യസമയത്ത് നൽകുന്ന സാമ്പത്തിക സാവകാശം അവരെ വായ്പാ തട്ടിപ്പുകാരോ സ്ഥിരം വീഴ്ച വരുത്തുന്നവരോ ആക്കുന്നതിൽ നിന്ന് തടയുകയും അതുവഴി ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രത കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത്. UAE സെൻട്രൽ ബാങ്കിന്റെ ഈ പിന്തുണ പ്രവാസികൾക്കും ബിസിനസ് സമൂഹത്തിനും നൽകുന്നത് വലിയൊരു ആശ്വാസവും അവസരവുമാണ്. എന്നാൽ ലഭിച്ച ഇളവ് ഒരു ശാശ്വത പരിഹാരമല്ലെന്നും താൽക്കാലികമായി ലഭിച്ച ഈ സാവകാശം സ്വന്തം സാമ്പത്തിക പുനഃസംഘടനയ്ക്കായി വിനിയോഗിക്കണമെന്നും ഓരോ വായ്പക്കാരനും മനസ്സിലാക്കണം. വ്യക്തിഗത ബജറ്റ് കൃത്യമായി പ്ലാൻ ചെയ്യാനും അനാവശ്യ ചെലവുകൾ ചുരുക്കാനും വായ്പാ തിരിച്ചടവ് പുനരാരംഭിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതികൾ രൂപീകരിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്തണം. ബാങ്കുകളുമായി സുതാര്യമായ ആശയവിനിമയം നിലനിർത്തുന്നത് ക്രെഡിറ്റ് സ്കോർ തകരാതെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സഹായിക്കും. പ്രവാസ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കവും ജാഗ്രതയുമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം പ്രതിസന്ധിയിൽ ഒപ്പം നിൽക്കാൻ ശക്തമായ ഒരു ബാങ്കിംഗ് സംവിധാനമുണ്ടെന്ന വിശ്വാസം ഉറപ്പിക്കാനും ഈ തീരുമാനം ഉപകരിക്കും. ഗൾഫ് നാടുകളിലെ വേനൽക്കാലം എപ്പോഴും നിശ്ചലമായ ഒരു ചൂടുകാലമല്ല, മറിച്ച് പ്രവാസികളുടെ ജീവിത താളത്തെയും കുടുംബ ബജറ്റുകളെയും യാത്രാ പദ്ധതികളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന അനേകം മാറ്റങ്ങളുടെ കാലഘട്ടം കൂടിയാണ്. ജൂലൈ മാസത്തിലെ കൊടും ചൂടിൽ വെന്തുരുകിയ UAE നിവാസികൾക്ക് ഓഗസ്റ്റ് മാസം പിറന്നത് പ്രതീക്ഷകളുടെയും ചില മുൻകരുതലുകളുടെയും സമ്മിശ്രമായ സന്ദേശങ്ങളോടെയാണ്.
ഒരു വശത്ത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന അപ്രതീക്ഷിതമായ വേനൽ മഴ ആശ്വാസം പകരുമ്പോൾ മറുവശത്ത് ഇന്ധനവില വർധനവും അന്താരാഷ്ട്ര യാത്രാ തടസ്സങ്ങളും പ്രവാസി കുടുംബങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥയിലെ അപൂർവ പ്രതിഭാസങ്ങൾ മുതൽ പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം വരെയുള്ള വിശേഷങ്ങളിലൂടെ ഓഗസ്റ്റിലെ UAE പ്രവാസ ജീവിതം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മരുഭൂമിയിലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ സാധാരണയായി സഹിക്കാവുന്ന ചൂടിന്റെയും ഉയർന്ന ഈർപ്പത്തിന്റെയും കാലമാണ്. തീരദേശങ്ങളിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസും ഉൾപ്രദേശങ്ങളിൽ 48 ഡിഗ്രി സെൽഷ്യസും വരെ ഉയരുമ്പോൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നേരിടുന്നത് വലിയ പ്രയാസങ്ങളാണ്. എന്നാൽ ഈ കടുത്ത ചൂടിനിടയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച വരെ മഴയ്ക്കും മേഘാവൃതമായ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ടെന്ന വാർത്ത ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പുറത്തുവിട്ടത്. ഫുജേറ, റാസൽ ഖൈമ, അലൈൻ തുടങ്ങിയ പർവ്വത മേഖലകളിലും തീരദേശങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴ പ്രവാസികൾക്ക് ചെറിയൊരു ആശ്വാസമല്ല നൽകുന്നത്. സമുദ്രോപരിതലത്തിലെ താപനില വ്യതിയാനവുമായി ബന്ധപ്പെട്ട് എൽനീനോ പ്രതിഭാസമാണ് വേനൽക്കാലത്ത് UAE അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ തോത് ഗണ്യമായി വർദ്ധിക്കാൻ കാരണമായത്. രാത്രികാലങ്ങളിൽ ഈർപ്പം കൂടുന്നതിനോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം മേഘാവൃതമാവുകയും മലയോര മേഖലകളിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. സാധാരണയായി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കടുത്ത വേനലിൽ ഇത്തരം ചെറുമഴകൾ പോലും ജോലിസ്ഥലത്തും വീടുകളിലും കഴിയുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് മാനസികമായും ശാരീരികമായും വലിയൊരു ആശ്വാസമായി മാറുകയാണ്. കാലാവസ്ഥ തണുപ്പൻ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ധനവില വർധനവ് സാധാരണക്കാരായ വാഹന ഉടമകൾക്കും കുടുംബങ്ങൾക്കും വലിയൊരു സാമ്പത്തിക പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിലുണ്ടായ ചലനങ്ങളെ തുടർന്ന് UAE ഫ്യൂവൽ പ്രൈസ് കമ്മിറ്റി എല്ലാ മാസവും അവസാനത്തോടെ ഇന്ധന നിരക്കുകൾ പുതുക്കാറുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ പെട്രോൾ ഡീസൽ വിലകളിൽ ലിറ്ററിന് 20 ഫിൽസ് വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂപ്പർ 98 പെട്രോളിന് ലിറ്ററിന് 3.60 ദിർഹമായും സ്പെഷ്യൽ 95 പെട്രോളിന് 3.49 ദിർഹമായും ഉയർന്നു. E+ പെട്രോളിന് 3.41 ദിർഹവും ഡീസലിന് 3.60 ദിർഹവുമാണ് പുതിയ വില. പശ്ചിമേഷ്യൻ മേഖലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ഭൗമ രാഷ്ട്രീയ നിലപാടുകളുമാണ് അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും അതുവഴി പ്രാദേശിക ഇന്ധന വിലയെയും സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ചെറിയ രീതിയിൽ വില കുറഞ്ഞെങ്കിലും വീണ്ടും നിരക്ക് ഉയർന്നതോടെ ദിനംപ്രതി ജോലിസ്ഥലത്തേക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ തങ്ങളുടെ മാസ ബജറ്റിൽ പുനഃപരിശോധന നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാർ പൂളിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കാനും പലരും മുന്നോട്ട് വരുന്നത് ഈ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ്. രാജ്യാന്തര തലത്തിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം വ്യോമയാന മേഖലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദുബായിലേക്കും തിരിച്ചുമുള്ള സർവീസുകളിൽ എയർ ഫ്രാൻസ്, KLM, എയർ അസ്താന തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ സർവീസുകൾ റദ്ദാക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. ചില സർവീസുകൾ ഓഗസ്റ്റ് അവസാനം വരെയും മറ്റു ചിലവ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലേക്കുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അവധിക്കാലത്തിന് ശേഷം നാട്ടിൽ നിന്ന് തിരികെ വരാനും മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും പദ്ധതിയിട്ടിരുന്ന പ്രവാസികളിൽ ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും UAEയുടെ ദേശീയ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും തങ്ങളുടെ സർവീസുകൾ തടസ്സമില്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും തദ്ദേശീയ വിമാന കമ്പനികളുടെ ഈ സ്ഥിരത യാത്രാ ആസൂത്രണം കൂടുതൽ സുഗമമാക്കുന്നുണ്ട്. ചെലവുകളും യാത്രാ തടസ്സങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോഴും ആഘോഷങ്ങളുടെയും ഷോപ്പിംഗിന്റെയും കാര്യത്തിൽ UAEയിലെ ഓഗസ്റ്റ് മാസം ഒട്ടും പിന്നിലല്ല. വേനലവധി ആഘോഷമാക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദുബായ് സമ്മർ സർപ്രൈസസിന്റെ ഭാഗമായ ഓഫറുകൾ ഓഗസ്റ്റ് 30 വരെ തുടരും. വൻ വിലക്കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഷോപ്പിംഗ് മേളകളും പ്രമുഖ റെസ്റ്റോറന്റുകൾ പങ്കെടുക്കുന്ന സമ്മർ റെസ്റ്റോറന്റ് വീക്കുമെല്ലാം നഗരത്തിന് ഉത്സവ പ്രതീതിയാണ് നൽകിയത്. ഇതുകൂടാതെ നാദൽ ഷബ ഗാർഡൻസിൽ ഓഗസ്റ്റ് 19 പ്രവർത്തനം ആരംഭിക്കുന്ന ഗ്രാൻഡ് കമ്മ്യൂണിറ്റി മോൾ പ്രദേശവാസികൾക്ക് പുതിയൊരു ഷോപ്പിംഗ് അനുഭവമായി മാറും. ഇതിനൊപ്പം പ്രവാസികൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നബിദിനം പ്രമാണിച്ചുള്ള പൊതു അവധിക്കാണ്. ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ് നബിദിനം പ്രതീക്ഷിക്കപ്പെടുന്നത്. മാസപ്പിറവി ദൃശ്യമാകുന്നതിനനുസരിച്ച് തീയതിയിൽ മാറ്റങ്ങൾ വരാമെങ്കിലും UAEയുടെ പൊതു അവധി നിയമം അനുസരിച്ച് ചൊവ്വാഴ്ചത്തെ അവധി ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയിലേക്ക് മാറ്റി നൽകിയാൽ വാരാന്ത്യത്തോടൊപ്പം ഒരു ലോങ് വീക്കെൻഡ് ആസ്വദിക്കാൻ ജീവനക്കാർക്ക് അവസരം ലഭിക്കും. തീവ്രമായ വേനലവധിയുടെ ദിനങ്ങൾ പൂർത്തിയാക്കി കുരുന്നുകൾ വീണ്ടും സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുന്നതും ഈ മാസത്തിന്റെ അവസാനത്തോടെയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ അക്കാദമിക് കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 25 രാജ്യത്തെ ഭൂരിഭാഗം സ്കൂളുകളും തുറന്ന് പ്രവർത്തിക്കുക. പുതിയ പുസ്തകങ്ങളും യൂണിഫോമുകളും വാങ്ങുന്നതിന്റെ തിരക്കുകളിലേക്ക് കുടുംബങ്ങൾ കടക്കുമ്പോൾ UAEയിലെ പ്രവാസി ജീവിതം വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ ദിനചര്യകളിലേക്ക് സജീവമായി മടങ്ങിയെത്തുകയാണ്. കടുത്ത കാലാവസ്ഥയ്ക്കും സാമ്പത്തിക വെല്ലുവിളികൾക്കുമിടയിലും പുതിയ മാറ്റങ്ങളെയും അവസരങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പ്രവാസി സമൂഹത്തിന്റെ അതിജീവന മനോഭാവമാണ് ഓഗസ്റ്റ് മാസത്തിലെ UAE കാഴ്ചകളിൽ പ്രതിഫലിക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ വീണ്ടും സമാനതകളില്ലാത്ത ഒരു ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും നിഴലിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുകയാണ്. പരമ്പരാഗത പോരാട്ട മേഖലകളിൽ നിന്നും മാറി മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ കുവൈറ്റിലും ജോർദാനിലും ഈജിപ്ഷ്യൻ തീരങ്ങളിലും വരെ കരിനിഴൽ വീഴ്ത്തുന്നു.
അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയ അതിശക്തമായ സൈനിക നടപടികൾക്ക് പിന്നാലെ മേഖലയിലെ US സഖ്യരാജ്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രത്യാക്രമണം കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യൻ സുരക്ഷ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈ പുതിയ സൈനിക നീക്കങ്ങൾ പ്രാദേശികമായ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി എഴുതുക മാത്രമല്ല, ആഗോള വാണിജ്യ പാതകളെയും ഊർജ്ജ വിതരണ ശൃംഖലകളെയും ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. വടക്കൻ കുവൈറ്റിൽ അരങ്ങേറിയ മിസൈൽ ആക്രമണം ഗൾഫ് മേഖലയിലാകെ കനത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചൈനീസ് നിർമ്മാണ കമ്പനിയുടെ കെട്ടിടത്തിന് മുകളിലാണ് ഇറാനിയൻ മിസൈൽ പതിച്ചത്. ഈ ആക്രമണത്തിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെടുകയും കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയെ നേരിട്ടോ പരോക്ഷമായോ സൈനികമായി സഹായിക്കുന്ന ഏത് രാജ്യത്തെയും തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുമെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ തുറന്ന മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം നടന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേവലം സൈനിക താവളങ്ങളെ മാത്രമല്ല, സാധാരണ ജനവാസ കേന്ദ്രങ്ങളെയും വിദേശ നിക്ഷേപ അധിഷ്ഠിത സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണെന്ന് അയൽ രാജ്യങ്ങൾ വിലയിരുത്തുന്നു. കര അതിർത്തികളിൽ മാത്രമല്ല, തന്ത്രപ്രധാനമായ ആഗോള സമുദ്രപാതകളിലും പോരാട്ടം അതിരൂക്ഷമായി കഴിഞ്ഞു. ജോർദാനിലെ അസ്റഖ് സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പോരാട്ടത്തിന്റെ വ്യാപ്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ അതിർത്തിയായ ഈജിപ്തിലേക്കും വ്യാപിച്ചു. ഈജിപ്തിലെ ദമൈത്ത തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന US വാതക സംഭരണ കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം മേഖലയിലെ യുദ്ധചരിത്രത്തിലെ പുതിയൊരു ഘട്ടമാണ്. ഫെബ്രുവരി അവസാനത്തോടെ ആരംഭിച്ച ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് ഈജിപ്ത് ഇത്തരമൊരു സൈനിക നീക്കത്തിന് ഇരയാകുന്നത്. ദമൈത്തയിൽ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടെങ്കിലും ഈജിപ്ത് സംഭവത്തിൽ ഇതുവരെ ആരെയും ഔദ്യോഗികമായി കുറ്റപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും തുടർച്ചയായ ഡ്രോൺ മിസൈൽ നീക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലോക ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെടുകയും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഹോർമൂസിന്റെ സംരക്ഷിതമായ നിയന്ത്രണം സംബന്ധിച്ച് ഒമാനുമായി ഇറാൻ ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ഖത്തർ എനർജിയുടെ 2 പ്രകൃതിവാതക ടാങ്കറുകൾ സുരക്ഷിതമായി കടലെടുക്ക് കടന്നുപോയത് ആഗോള ഊർജ്ജ മേഖലയ്ക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ മാസം പകുതിക്ക് ശേഷം ആദ്യമായാണ് പ്രകൃതിവാതകവുമായി ഒരു കപ്പൽ ഹോർമൂസ് വിജയകരമായി മറികടക്കുന്നത്. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ശത്രുതാപരമായ ആക്രമണങ്ങളെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബഹ്റൈനും അതിരൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത്. കുവൈറ്റ്, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കടുത്ത ഭീഷണിയാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച UAE അടിയന്തര നയതന്ത്ര ഇടപെടലുകൾക്കും തുടക്കം കുറിച്ചു. UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദിയുമായും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ബദർ അബ്ദലാത്തിയുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുവൈറ്റിന് നേരെയുണ്ടായ ആക്രമണത്തെ സ്വന്തം സുരക്ഷയ്ക്ക് നേരെയുണ്ടായ ഭീഷണിയായാണ് ബഹ്റൈൻ കാണുന്നത്. കുവൈറ്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നിയമപരമായ നടപടികൾക്കും മനാമ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാനും മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്ന ശത്രുതാപരമായ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ രാജ്യാന്തര ഇടപെടൽ ഉറപ്പാക്കാനും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം കൗൺസിൽ ഓഫ് എൻഡേഴ്സും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മേഖലയിലെ ഭീതിജനകമായ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഖത്തറും രംഗത്തെത്തി. ജോർദാനും കുവൈറ്റിനും നേരെയുണ്ടായ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഖത്തർ ഇത്തരം അനിയന്ത്രിതമായ നീക്കങ്ങൾ പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നല്ല അയൽപക്ക ബന്ധങ്ങളുടെയും പരസ്യമായ ലംഘനമാണെന്ന് ദോഹ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഇത്തരം സൈനിക നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഖത്തർ കുവൈറ്റിനും ജോർദാനും തങ്ങളുടെ പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചു. മേഖലയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധാന്തരീക്ഷം ഗൾഫ് നാടുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ വലിയ ആദ്യമാണ് സൃഷ്ടിക്കുന്നത്. കുവൈറ്റിലും സൗദിയിലും ഈജിപ്തിലും ഒക്കെയായി അരങ്ങേറുന്ന വിനാശകരമായ സൈനിക നീക്കങ്ങൾ തൊഴിൽ സുരക്ഷയെയും ദൈനംദിന ജീവിതത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. വ്യോമപാതകളിലെ അനിശ്ചിതത്വവും അതുപോലെ അന്താരാഷ്ട്ര വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന മന്ദതയും പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രകളെയും സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കുകയാണ്. ഗൾഫ് മണ്ണിലെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം തട്ടുമ്പോൾ അത് അവിടെ കഴിയുന്ന സാധാരണക്കാരായ മലയാളി കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിനും പ്രതീക്ഷകൾക്കും മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. പശ്ചിമേഷ്യയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സംഘർഷാവസ്ഥ കേവലം ചില രാജ്യങ്ങളുടെ മാത്രം അതിർത്തി തർക്കമല്ല. ചെങ്കടലും ഹോർമൂസ് കടലെടുക്കും ഉൾപ്പെടുന്ന സമുദ്രപാതകൾ അനിശ്ചിതത്വത്തിലാക്കുന്നത് അന്താരാഷ്ട്ര വിതരണ ശൃംഖലകളെ തകിടം മറിക്കും. എണ്ണപ്പാടങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർത്താനും അതുവഴി ലോകമെമ്പാടും കനത്ത സാമ്പത്തിക പണപ്പെരുപ്പത്തിന് കാരണമാകാനും സാധ്യതയേറെയാണ്. വൻ ശക്തിയായ അമേരിക്കയും ഇറാന് കീഴിലുള്ള പ്രതിരോധ സേനകളും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നു.
മേഖലയിലെ പ്രാദേശിക സംഘർഷാവസ്ഥയെ തുടർന്ന് UAE-യിൽ നിന്ന് ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള ചില വിമാന സർവീസുകൾ ഇതിഹാദും എയർ അറേബ്യയും റദ്ദാക്കിയിരുന്നു. ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികളും UAE-യിലേക്കും സമീപ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ടെങ്കിലും എമിറേറ്റ്സും ഫ്ലൈ ദുബായും നിലവിൽ സാധാരണ നിലയിൽ സർവീസ് തുടരുന്നുണ്ട്. അവസാന നിമിഷ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഔദ്യോഗിക ആപ്പുകളോ വെബ്സൈറ്റുകളോ വഴി സർവീസ് സ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ യാത്രക്കാർക്ക് നിർദ്ദേശമുണ്ട്. UAE എന്ന സ്വപ്നഭൂമി ലക്ഷ്യമാക്കി പറക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ നിറയെ പ്രതീക്ഷകളാണ്. നല്ലൊരു ജോലി, മികച്ച ശമ്പളം, കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കണം, നാട്ടിലൊരു വീട് വെക്കണം. അങ്ങനെ നീളുന്നു ആ സ്വപ്നങ്ങൾ. ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നിൽ ജീവിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ ആ സ്വപ്നങ്ങളുടെ ലോകത്തു നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഇരുണ്ട ജയിൽ റൂമിലേക്ക് എടുത്തെറിയപ്പെടാൻ ഒരു ചെറിയ അശ്രദ്ധ മതിയാകുമെന്ന് എത്ര പേർക്കറിയാം? നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് UAE. അവിടെ എനിക്കിതേക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊരു ന്യായീകരണം നിയമത്തിന് മുന്നിൽ വില പോവില്ല. പലപ്പോഴും നമ്മുടെ നാട്ടുകാർ നിയമക്കുരുക്കുകളിൽ പെടുന്നത് കുറ്റവാളികളായതുകൊണ്ടല്ല, മറിച്ച് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. UAE-യിൽ ജീവിക്കുന്നവരും അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ചില പ്രധാന യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സ്വന്തമായി സ്പോൺസറെ കണ്ടെത്താതെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഫ്രീലാൻഡ് വിസകളെയാണ്. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു അപകടം പലരും തിരിച്ചറിയുന്നില്ല. ഏജന്റുമാർ മുഖേന ലഭിക്കുന്ന ഇത്തരം വിസകളിൽ പലതും യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പാർട്ട്ണർ വിസകളായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കടലാസിലെ ഒരു പാർട്ട്ണർ മാത്രമായിരിക്കും ഇതിലൂടെ ആകുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു ഗമയൊക്കെ തോന്നുമെങ്കിലും നിയമപരമായി നിങ്ങൾ ആ കമ്പനിയുടെ എല്ലാ ബാധ്യതകൾക്കും തുല്യ ഉത്തരവാദിയായി മാറുകയാണ്. നിങ്ങളൊരു പക്ഷേ ആ കമ്പനിയുടെ ഓഫീസോ മറ്റ് പാർട്ട്ണർമാരെയോ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. എന്നാൽ അവരിൽ ആരെങ്കിലും കമ്പനിയുടെ പേരിൽ വലിയൊരു തുക ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങുകയോ അല്ലെങ്കിൽ അവർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ചെക്കുകൾ മടങ്ങുകയോ ചെയ്താൽ നിയമത്തിന് മുന്നിൽ കുറ്റവാളി നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ട്ണർമാരുമാണ്. ഒരു സുപ്രഭാതത്തിൽ CID ഉദ്യോഗസ്ഥർ നിങ്ങളെ തേടി എത്തുമ്പോഴായിരിക്കും നിങ്ങളുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്ന വിവരം നിങ്ങൾ തന്നെ അറിയുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന നിരവധി നിരപരാധികളായ മലയാളികൾ UAE-യിലുണ്ട്. അതൊരു നഗ്നമായ സത്യമാണ്. പ്രവാസ ലോകത്ത് പണത്തിന് അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ പലരും പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴികൾ തേടാറുണ്ട്. അവിടെയാണ് ചില വൻകിട തട്ടിപ്പുകാർ വലവിരിച്ച് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക വരും, അത് പിൻവലിച്ച് നൽകിയാൽ മികച്ചൊരു കമ്മീഷൻ തരാം എന്ന ഓഫറുമായി ചിലർ നിങ്ങളെ സമീപിച്ചേക്കാം. ഒരു പണിയും എടുക്കാതെ വലിയൊരു തുക കൈവരുമ്പോൾ നമ്മളിൽ പലരും ആ പ്രലോഭനത്തിൽ വീണുപോകും. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് കള്ളപ്പണമോ ഹവാല ഇടപാടുകളുടെ പണമോ ആയിരിക്കും. UAE-യിലെ ബാങ്കിംഗ് സംവിധാനങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഓരോ വലിയ ഇടപാടുകളും നിരീക്ഷിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന് കൃത്യം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ അന്വേഷിച്ച് പോലീസ് എത്തിയിരിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന ഗുരുതരമായ കുറ്റമായിരിക്കും നിങ്ങളുടെ മേൽ ചുമത്തപ്പെടുക. ഇതിന് സമാനമായ മറ്റൊരു അപകടമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയപ്പെടലുകൾ. ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ പരിചയപ്പെടുന്ന അപരിചിതരായ വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും മറ്റും സഹതാപം തോന്നി പണം അയച്ചു കൊടുക്കുമ്പോൾ വളരെ വലിയ ജാഗ്രത ആവശ്യമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും UAE-യിൽ യാതൊരു ദാക്ഷിണ്യവും ലഭിക്കില്ല. നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്ന വ്യക്തി ഇത്തരം മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ നിങ്ങളെയും ഒരു മയക്കുമരുന്ന് കേസിന്റെ ഭാഗമാക്കും. അവർ പിടിക്കപ്പെടുമ്പോൾ അവർക്ക് പണം അയച്ച എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യും. പിടിക്കപ്പെടാൻ വൈകുന്നു എന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നതിന്റെ തെളിവല്ല എന്ന് നാം തിരിച്ചറിയണം. UAE-യിലെ നിയമവ്യവസ്ഥയിൽ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ നൽകുന്ന ചെക്ക് മടങ്ങുന്നത് വലിയൊരു വിശ്വാസ വഞ്ചനയായാണ് ഇവിടുത്തെ നിയമം കാണുന്നത്. അതെത്ര ചെറിയ തുകയാണെങ്കിലും ശരി, കൃത്യസമയത്ത് അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് മടങ്ങിയാൽ കേസ് കോടതിയിലെത്തും. കോടതി നിർദ്ദേശിക്കുന്ന നിശ്ചിത തീയതിക്കുള്ളിൽ ആ പണം അടച്ചു തീർത്തില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിക്കപ്പെടും. അതിനർത്ഥം നിങ്ങൾക്കൊരു രൂപ പോലും ബാങ്കിൽ നിന്ന് പിൻവലിക്കാനോ ഇടപാടുകൾ നടത്താനോ കഴിയില്ല എന്നാണ്. ഭൂരിഭാഗം കേസുകളിലും ഇതിനോടൊപ്പം ഒരു അറസ്റ്റ് വാറന്റും ട്രാവൽ ബാനും പുറപ്പെടുവിക്കും. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകൾ വരുത്തുന്നതും ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാതിരിക്കുന്നതും ഇതേ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുക. ജോലി പോയി നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ബാങ്കുകൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങാൻ പോലുമാകാതെ നിയമത്തിന്റെ പഴുതുകളിൽ കുടുങ്ങി ജീവിതം തന്നെ വഴിമുട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. സാമ്പത്തിക അച്ചടക്കം എന്നത് പ്രവാസ ലോകത്ത് ഒരു നിർബന്ധ കാര്യമാണ്. UAE-യിലെ വിസ നിയമങ്ങൾ നാൾക്കുനാൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ ഭരണകൂടം കർശനമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് 2025 ജനുവരി 1 മുതൽ ഈ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്.
പലരും സന്ദർശക വിസയിൽ ജോലി അന്വേഷിച്ച് വരികയും വിസയുടെ കാലാവധി കഴിഞ്ഞാലും മടങ്ങാതെ അവിടെ തന്നെ തങ്ങുകയും ചെയ്യാറുണ്ട്. വിസ പുതുക്കാതെ ഫൈൻ അടിച്ച് കയറുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാം എന്ന് കരുതുന്നവർ വലിയൊരു അപകടത്തിലേക്കാണ് നടന്നു കയറുന്നത്. അതുപോലെ തന്നെ സ്വന്തം കമ്പനിയിൽ നിന്ന് ഒളിച്ചോടുന്നവർക്ക്, അതായത് അബ്സ്കോണ്ടിങ് ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷയും വളരെ വലുതാണ്. എമിഗ്രേഷൻ സിസ്റ്റത്തിൽ അബ്സ്കോണ്ടിങ് എന്ന് രേഖപ്പെടുത്തിയ ഒരാൾ CID പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് രാജ്യത്ത് നിന്ന് നാട് കടത്തപ്പെടുകയും ചെയ്യും. ഒരിക്കൽ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് UAE-യിലേക്ക് ഒരു തിരിച്ചുവരവ് മിക്കവാറും അസാധ്യമായിരിക്കും. അതിനാൽ സന്ദർശക വിസയിൽ വരുന്നവർ വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് പുതുക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യുക എന്നത് നിയമപരമായി നിർബന്ധമുള്ള കാര്യമാണ്. പറഞ്ഞു വരുന്നത് UAE ഒരു മോശം രാജ്യമാണെന്നോ പ്രവാസികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ലെന്നോ അല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷിതത്വവുമുള്ള കേവലം ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണിത്. അധ്വാനിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഇതിലും മികച്ചൊരു ഇടമില്ല. എന്നാൽ ആ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നിലനിർത്തുന്നത് അവിടുത്തെ നിയമങ്ങൾ കർശനമായതുകൊണ്ട് മാത്രമാണ്. നിയമങ്ങളെ മാനിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും നമ്മുടെ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്താൽ UAE എന്നും പ്രവാസികൾക്കൊരു സ്വർഗരാജ്യം തന്നെയാണ്. മിസൈലുകളെക്കാളും ആയുധങ്ങളെക്കാളും നയതന്ത്രപരമായ സമവായത്തിലൂടെ മാത്രമേ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കൂ. ശാശ്വതമായ സമാധാനം ഉണ്ടാകുന്നത് ആയുധബലം കൊണ്ടോ ഏകാധിപത്യപരമായ ജയം കൊണ്ടോ അല്ലെന്നും മറിച്ച് നീണ്ടു നിൽക്കുന്ന സംഘർഷത്തെക്കാൾ കൂട്ടായ സ്ഥിരതയാണ് കൂടുതൽ പ്രയോജനകരമെന്ന് ഇരുപക്ഷവും തിരിച്ചറിയുമ്പോഴാണെന്നും ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തെ ആകെ അനിശ്ചിതത്വത്തിന്റെ മുനമ്പിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കടുക്കുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ എണ്ണപ്പാതയായ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും നയതന്ത്ര ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാത ഇന്ന് കേവലം ഒരു വാണിജ്യ കപ്പൽ പാതയല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും സ്ഫോടനാത്മകമായ സാമ്പത്തിക ദുരന്തത്തിലേക്ക് വഴിമാറാവുന്ന വൻ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ആരംഭിച്ച സൈനിക വിനാശങ്ങൾ ഇപ്പോൾ ഇറാഖ്, ജോർദാൻ, ഈജിപ്തിലെ സൂയസ് കനാലിന് സമീപമുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വരെ വ്യാപിച്ച് പശ്ചിമേഷ്യൻ മേഖലയിലാകെ അസ്ഥിരത വിതയ്ക്കുകയാണ്. വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുത്തനെ ഉയരുകയും ഓരോ മിസൈൽ ആക്രമണത്തിനും ഔദ്യോഗിക പ്രസ്താവനകൾക്കും പിന്നാലെ ലോക എണ്ണ വിപണി ഉലയുകയും ചെയ്യുന്ന ഭീതിജനകമായ സാഹചര്യമാണിത്. എന്നിരുന്നാലും വീണ്ടും ശക്തിപ്പെടുന്ന ഈ ആക്രമണ പരമ്പരകൾക്കിടയിലും യുദ്ധത്തിന്റെ രൂക്ഷത കുറയ്ക്കാനും ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാനും ഉപകരിക്കുന്ന 2 പ്രധാന നയതന്ത്ര മാർഗങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ വെളിച്ചം വീശുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭരണ നിയന്ത്രണത്തിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റമാണ് ഒന്നാമത്തെ പ്രധാന ബദൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പ്രത്യേക രാജ്യത്തിന്റെ ജിയോ പൊളിറ്റിക്കൽ ആയുധമായി ഈ അന്താരാഷ്ട്ര ജലപാതയെ മാറ്റുന്നതിന് പകരം ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് തീരമേഖലാ രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു പ്രാദേശിക സംവിധാനത്തിലൂടെ ഇവിടുത്തെ നാവിക സേവനങ്ങൾ, സുരക്ഷാ മേൽനോട്ടം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ സംയുക്തമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഈ ആശയം. കേവലം സാങ്കല്പികമായ ഒരാശയമല്ലിത്, മറിച്ച് ഇതിനുള്ള അടിയന്തര അടിത്തറ നിർദ്ദേശിക്കുന്ന നയതന്ത്ര രേഖകൾ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ രൂപീകരിച്ച ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ 5ാം ഖണ്ഡിക ഇതിന് കൃത്യമായ തെളിവ് നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും തീരദേശ രാജ്യങ്ങളുടെ പരമാധികാരവും മാനിച്ചുകൊണ്ട് ഹോർമൂസിലെ ഭാവി ഭരണ നിർവഹണത്തിലും നാവിക സേവനങ്ങളിലും ഒമാനുമായും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളുമായും ഇറാൻ ചർച്ചകൾ നടത്തണമെന്നതാണ് ഈ ധാരണാപത്രത്തിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഹോർമൂസിനെ ഏതെങ്കിലും ഒരു ശക്തിയുടെ മാത്രം നിയന്ത്രണത്തിലുള്ള പ്രദേശമായി കാണുന്നതിന് പകരം കൂട്ടായ പങ്കാളിത്ത മാതൃകയാണ് ഈ കരാർ നിർദ്ദേശിക്കുന്നത്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ള സമുദ്ര സഹകരണ മാതൃകകൾക്ക് സമാനമാണിത്. തീരദേശ രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം വിട്ടുകൊടുക്കാതെ തന്നെ തെരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങളും പാരിസ്ഥിതിക സംരക്ഷണവും ഒരുമിച്ച് നിർവഹിക്കുന്ന രീതിയാണിത്. ഇത്തരമൊരു നയതന്ത്രപരമായ നീക്കം പ്രായോഗികമായാൽ മേഖലയിലെ സൈനിക സംഘർഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ആഗോള ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ ഉറപ്പിക്കാനും സാധിക്കും. ഈ നീക്കം ശത്രുതാപരമായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് ചില വിമർശകർ വാദിക്കുന്നുണ്ടെങ്കിലും സംഘർഷം ശാശ്വതമായി തുടരുകയും എല്ലാവരുടെയും സാമ്പത്തിക രംഗം തകരുകയും ചെയ്യുന്ന അവസ്ഥയേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട ഒന്നാണ് ഈ പ്രാദേശിക കൂട്ടായ്മ. രണ്ടാമത്തെ ശുഭസൂചന വികസിക്കുന്നത് വാഷിംഗ്ടണിനും ടെഹ്റാനും പുറത്തുള്ള അന്താരാഷ്ട്ര നയതന്ത്ര മണ്ഡലങ്ങളിലാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയെ വൻതോതിൽ ആശ്രയിക്കുന്ന യൂറോപ്പ്, ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് ഈ കപ്പൽപാതയുടെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. അതിനാൽ തന്നെ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രധാന കക്ഷികൾക്ക് പുറമെ കൂടുതൽ അന്താരാഷ്ട്ര ശക്തികൾ ഈ സമാധാന ചർച്ചകളിൽ സജീവ പങ്കാളികളാകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വിശ്വസ്തനായ മധ്യസ്ഥന്റെ പങ്ക് വഹിച്ച് ഒമാൻ നടത്തുന്ന നീക്കങ്ങൾ ഏറെ നിർണായകമാണ്. നാവിക സർവീസുകൾ ക്രമീകരിക്കുന്നതിനും ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുരക്ഷിതമായി പുനരാരംഭിക്കുന്നതിനും ഇറാനുമായി ഒമാൻ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇവിടെ ഉയർന്നു വന്ന ഏറ്റവും ശ്രദ്ധേയമായ വിട്ടുവീഴ്ച നിർദ്ദേശം കപ്പലുകളിൽ നിന്ന് ഈടാക്കുന്ന ഫീസുമായി ബന്ധപ്പെട്ടതാണ്.
ഹോർമൂസിലൂടെ കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകളിൽ നിന്ന് നേരിട്ട് ടോൾ ഈടാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരം അന്താരാഷ്ട്ര നിയമപ്രകാരം ഉറപ്പു നൽകിയിട്ടുള്ളതാണെന്ന് ഒമാൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് പരിഹാരമായി കപ്പലുകൾ പാതയിലൂടെ കടന്നു പോകുന്നതിന് ടോൾ നൽകുന്നതിന് പകരം നാവിക സഹായം, പരിസ്ഥിതി സംരക്ഷണം, അടിയന്തര രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി സേവന ഫീസ് സ്വമേധയാ നൽകുന്ന ഒരു സംവിധാനം ഒമാൻ നിർദ്ദേശിച്ചു. സാങ്കേതികമായി ചെറിയൊരു വ്യത്യാസമായി തോന്നാമെങ്കിലും രാഷ്ട്രീയമായി ഇത് വലിയൊരു വഴിത്തിരിവാണ്. അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ സർക്കാരുകൾക്ക് ഇത് അവസരമൊരുക്കുന്നു. സുപ്രധാനമായ ഈ നയതന്ത്ര നിർദ്ദേശങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴും ടെഹ്റാൻ തങ്ങളുടെ ശക്തമായ പങ്കാളിത്തം ആവശ്യപ്പെടുകയും അമേരിക്കൻ ഭരണകൂടം ഈ യുദ്ധത്തെ ഒരു സമ്പൂർണ്ണ പോരാട്ടമായി കാണാതെ ഒരു അല്പകാല സൈനിക നീക്കം അഥവാ എസ്കർഷൻ എന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടാണ്. സ്വന്തം രാജ്യത്ത് നേരിട്ട് വൻ ആക്രമണം ഉണ്ടാകാത്തിടത്തോളം കാലം പശ്ചിമേഷ്യയിൽ നീണ്ടു നിൽക്കുന്ന ഒരു ചെലവേറിയ യുദ്ധത്തിൽ മുഴുകാൻ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല. വിലക്കയറ്റവും പണപ്പെരുപ്പവും മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ മാതൃരാജ്യത്തെ സുരക്ഷയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമാണ് മുൻഗണന നൽകുന്നത്. പോപ്പ് ലിയോ 14 ആഹ്വാനം ചെയ്തതുപോലെ പരസ്പര ഭീഷണികളിലൂടെയോ വൻ ആയുധ ശേഖരത്തിലൂടെയോ സമാധാനം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് അന്താരാഷ്ട്ര നേതാക്കൾക്കിടയിൽ ശക്തമാകേണ്ടതുണ്ട്. തീവ്രമായ ആശയപരമായ ഭിന്നതകളും വർഷങ്ങളായി നിലനിൽക്കുന്ന അവിശ്വാസവും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാവുക സാധ്യമല്ല. എങ്കിലും പങ്കുവെക്കപ്പെടുന്ന സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ചുറ്റുമാണ് ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.